പ്രിയ ദൈവമക്കളെ, തിരുവെഴുത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും അത് പ്രയോജനമുള്ളതാകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തൊക്കെയുണ്ട്? ശാസനമുണ്ട്, ഗുണീകരണമുണ്ട്, പ്രബോധനമുണ്ട്, നീതിയിലെ അഭ്യസനത്തിനായുള്ള ആഹ്വാനമുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുള്ളതാണ്. എന്നാൽ ഈ കാലത്തായി നമ്മൾ ദൈവവചനം കേൾക്കാൻ പോകുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെയാണ്? ശാസനവും ഗുണീകരണവും തിരുത്തും അതൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് സഭ പൊതുവെ ആയിത്തീർന്നിരിക്കുന്നുവോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ആകരുത്. ദൈവത്തിൻ്റെ വചനം ആശ്വസിപ്പിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വചനം ചൈതന്യപ്പെടുത്തുന്നതാണ്, ദൈവത്തിൻ്റെ വചനം നമ്മളിൽ അനേകം നിലകളിലുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പകരുന്നതാണ്. അത് സത്യമായ കാര്യമാണ്. അതേസമയം സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിരുത്തലുകൾക്ക് ആവശ്യമുണ്ടായാൽ നമ്മളത് ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നാം ആത്മീയ കൂട്ടങ്ങളിൽ കൂടി വരുന്നു, കർത്താവിനെ സേവിച്ചു പോകുന്നു, ഇതൊക്കെ സത്യമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ആ ജീവനാണ്, നമ്മളത് മറന്നു പോകരുത്. നിത്യജീവനാണ്. എന്തോ ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മരണം എന്നാൽ അതിൻ്റെ അർത്ഥം വേർപാടെന്നാണ്. വേദപുസ്തകത്തിൽ മരണം എന്ന വാക്കിൻ്റെ അർത്ഥം വേർപാട്, കൃത്യമായ അർത്ഥമാണത്. മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്. മരണം വേർപാടും ജീവൻ കൂട്ടായ്മയുമാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ പ്രാപിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നിത്യജീവനാണ്. അർത്ഥം നിത്യമായ കൂട്ടായ്മയാണ്, കൂട്ടായ്മ ബന്ധമാണ്. ലോകത്തിലെ സകല ബന്ധങ്ങളും അതെത്ര ഊഷ്മളതയുള്ളതായാലും മരണം കൊണ്ട് അവസാനിക്കും. എത്ര സ്നേഹിക്കുന്നവരും ശവക്കുഴി വരെ വന്ന് 2 തുള്ളി കണ്ണീരും വീഴ്ത്തി ഒരു പിടി മണ്ണും വാരിയിട്ട് ഒരു ദീർഘനിശ്വാസം ഉതിർത്ത് മടങ്ങിപ്പോകും. അത്രേ ഒക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് കൂട്ടിരിക്കാൻ ആരും വരികയില്ല. എന്നാൽ അതിനപ്പുറത്ത് നിത്യമായ കൂട്ടായ്മ ബന്ധത്തിൽ നമ്മോട് കൂടെ ഇരിക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ആത്യന്തികമായുള്ള ലക്ഷ്യം, നിത്യജീവൻ. ആ നിത്യജീവൻ മരിച്ചു കഴിഞ്ഞ് പ്രാപിക്കാനുള്ളത് മാത്രമല്ല. പലരും അങ്ങനെ ചിന്തിക്കും, നിത്യജീവൻ മരിച്ചു കഴിഞ്ഞ് പ്രാപിക്കാനുള്ളത് മാത്രമല്ല, നിത്യജീവൻ ഇവിടെ തന്നെ പ്രാപിക്കണം. അത് നിത്യതയോളം തുടരുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, സ്തോത്രം, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത്. ഇപ്പം നമുക്ക് നിത്യജീവൻ ഉണ്ട്. അതുകൊണ്ട് ആ നിത്യജീവൻ നമുക്കുണ്ടെന്ന് നാം ഇവിടെ തന്നെ ഉറപ്പ് പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആ ഉറപ്പും ആ പ്രാഗൽഭ്യവും ആ സന്തോഷവും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയിൽ ധൈര്യമായി നിൽക്കുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ദൈവവചന കേൾവി ആ നിത്യജീവന്റെ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ഉപാധിയാകട്ടെ എന്നുള്ള ആ വലിയ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ കൂട്ടത്തിൽ ഗുണീകരണത്തിനുള്ളതും ഒക്കെ ഉണ്ടാകുവാനായി ദൈവാത്മാവ് എനിക്കൊരു ശക്തമായ പ്രേരണ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കണം എന്ന് ഞാൻ നിങ്ങളുടെ പ്രാരംഭത്തിൽ അപേക്ഷിക്കുന്നു.
പ്രിയ ദൈവമക്കളെ, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ദൈവത്തെ ഒന്നും കൂടെ സ്തുതിച്ചേന്ന് ഞാൻ പറയുകയില്ല. ഒന്നാമത് അതിന് നേരമില്ല, താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതിൽ സന്തോഷമില്ലാഞ്ഞിട്ടല്ല. നിങ്ങൾക്കതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും വചനം നിങ്ങൾ ഉൾക്കൊള്ളുകയും വചനത്തിൽ സന്തോഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാനായി കാത്തിരിക്കേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. എന്നുള്ള സമയവും സാവകാശവും ഇല്ലല്ലോ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ അല്പം കൂടി മുഖവുരയായി ചില വാക്കുകളുടെ പറയുവാൻ എൻ്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ട്. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചില വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ആ വസ്തുതയ്ക്കനുസരിച്ചുള്ള ഒരു കൂടിവരവിലൊക്കെ ഇങ്ങനെ നമ്മളാൽ ആവോളമൊക്കെ ചേർന്ന് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതിനാൽ നിത്യജീവൻ ഉറപ്പായി എന്ന ഒരു ധാരണയിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറയാം. ചില വസ്തുതകൾ നമ്മൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ശരി, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും ആ വസ്തുതകൾ അംഗീകരിച്ചിരിക്കുന്ന ആളുകളുമായുള്ള ബന്ധത്തിൽ നമ്മൾ മുമ്പോട്ട് കൂടിവരവുകളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിത്യജീവൻ ഉറപ്പായി എന്ന ഒരു ധാരണയോടെ അങ്ങ് പോകുകയാണ്. പക്ഷേ വെറും ധാരണയോടെ പോകാനും മാത്രം അപ്രധാനമായ കാര്യമല്ല നിത്യജീവന്റെ വിഷയം. അത് നല്ല ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. മനസ്സിലായല്ലോ? സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ ചില വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഒരു സെക്കുലർ പ്രസിദ്ധീകരണം, ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണമാണ്. ആ സാംസ്കാരിക പ്രസിദ്ധീകരണത്തിൽ കേരളത്തിലെ ഇന്നത്തെ ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ അതിൻ്റെ എഴുത്തുകാരൻ നൽകിയിരുന്നു. ധാർമ്മിക നിലയെക്കുറിച്ചുള്ള വിലയിരുത്തൽ, കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവലോകനമായിരുന്നു. ആ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അവലോകനത്തിൽ അദ്ദേഹം കുറ്റകൃത്യങ്ങളുടെ പട്ടിക, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം അവിടെ നിരത്തിയിട്ട് അതിനെ ഒന്ന് അനലൈസ് ചെയ്തു. പല നിലകളിൽ അനലൈസ് ചെയ്തു. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ വിദ്യാഭ്യാസമുള്ളവർ എത്ര പങ്കുണ്ട്, പിന്നെ അടുത്തത് കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാരെത്ര, പ്രായം ഏത് നിലയിലുള്ളവരാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവരിങ്ങനെ പട്ടികയായിട്ട് തന്നെ കൊടുത്തു. കൂട്ടത്തിൽ ഒരു പട്ടിക കൂടെ ചേർത്തിരുന്ന പട്ടിക മതപരമായുള്ള സ്പ്ലിറ്റാണ്. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാരാണ്, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നിങ്ങനെ കൊടുത്തിരുന്ന കൂട്ടത്തിൽ ദുഃഖകരമായൊരു കാര്യം പറഞ്ഞോട്ടെ, അന്ന് അതിന് പിന്നിലുള്ള 5 വർഷത്തെ കുറ്റകൃത്യങ്ങളുടെ പട്ടിക വിലയിരുത്തി കൊടുത്ത കൂട്ടത്തിൽ ക്രിസ്ത്യാനികളായിരുന്നു. ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്തത് ക്രിസ്ത്യാനികൾ. അതിനൊരു വിശദീകരണം ആ മനുഷ്യൻ കൊടുത്തിരുന്നത് ഒരു സെക്കുലർ പ്രസിദ്ധീകരണമാണ്, സാംസ്കാരിക പ്രസിദ്ധീകരണമാണ്. അദ്ദേഹം കൊടുത്തിരുന്ന വിശദീകരണം ഇങ്ങനെയാ: ഒരു ഹിന്ദു തെറ്റ് ചെയ്യാൻ ഇച്ചിരി ഒന്ന് അറയ്ക്കും. കാരണം അവൻ കർമ്മഫലം വിശ്വസിക്കുന്നു. ജന്മജന്മാന്തരങ്ങളിലൂടെ അതിന്റെ ഫലം അവൻ അനുഭവിക്കുന്നു, അവൻ വിശ്വസിക്കുന്നു. അല്ല, പരിഹാരം പ്രാപിക്കണമെങ്കിൽ വളരെ കഠിനമായ പല പ്രായശ്ചിത്തങ്ങൾ അവൻ കഴിക്കണം. അതുകൊണ്ട് അവൻ കുറ്റം ചെയ്യാൻ ഒന്ന് അറയ്ക്കും. ഒരു മുസ്ലിം അവൻ കുറ്റകൃത്യം ചെയ്യാൻ അത്രയും അറക്കിയല്ല. കാരണം അവന് 49-51 എന്ന റേഷ്യോ കിട്ടിയാൽ മതി. 51 നന്മയാണെ രക്ഷപ്പെടും, 49 തിന്മ മതി, അങ്ങനെ ആയാൽ രക്ഷപ്പെടും. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഒന്ന് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞാൽ പോരേ, ഏത് തെറ്റും ക്ഷമിക്കുമല്ലോ. എന്നിട്ട് അടുത്ത അദ്ദേഹം കൊടുത്തിരുന്ന ഒരു വിശദീകരണം കേൾക്കണേ. ഈ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഒരു പ്രതിഭാസം ക്രിസ്തീയ സമൂഹത്തിൽ കാണുന്നത്, കവലുകളിലൊക്കെ പന്തലുകളും കെട്ടി നാൽക്കവലുകളൊക്കെ അവർ പ്രസംഗിക്കാറുണ്ട്. അവർ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു പ്രായശ്ചിത്ത മരണം വരിച്ചു എന്നുള്ള സത്യം അവർ വിളിച്ചു പറഞ്ഞ് ആ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഒന്ന് കൈ ഉയർത്തിയാൽ, ആ കൈ ഉയർത്തി എന്ന കാരണം കൊണ്ട്
അവിടെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടു എന്ന് അവർ പ്രസിദ്ധപ്പെടുത്തുന്നു. എത്ര എളുപ്പമാ! പിന്നെ തെറ്റ് ചെയ്യാൻ എന്തിനറയ്ക്കണം, മടിക്കണം? മനസ്സിലായോ? അത് വായിച്ച് എനിക്ക് വളരെ ദുഃഖം തോന്നി. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാ. പ്രിയമുള്ളവരെ, ഇതൊരു സത്യമല്ലേ? നമ്മൾ പലപ്പോഴും പാപക്ഷമയ്ക്ക് വേണ്ടി ഒന്ന് കൈ ഉയർത്തി എന്നുള്ളത് കൊണ്ട് മാത്രം മതിയോ? ചരിത്രത്തിലെ ചില വസ്തുതകൾ മനസ്സുകൊണ്ട് അംഗീകരിച്ചത് മാത്രം മതിയോ? ഈ അടുത്ത കാലത്തായി കൃപയാണ്, സൂപ്പർ ഗ്രേസ്, ഹൈപ്പർ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്താലും വിശ്വാസിക്ക് പിന്നെ കുഴപ്പമില്ല എന്ന് പ്രസംഗിക്കുന്നവർ, അത് പഠിപ്പിക്കുന്നവർ, പാപം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പോകാമെങ്കിൽ പിന്നെ എന്തിന് ഇത്ര ബുദ്ധിമുട്ടണം? അതുകൊണ്ട് അതിനാൽ ആകർഷിക്കപ്പെട്ട അതിലേ പോകുന്ന യുവതലമുറ. ഒരു വല്ലാത്ത കാലമാണ്. എന്താണ് കൃപ? കർത്താവ് എങ്ങനെ ഈ പാപപരിഹാരം ഒരുക്കി? നമ്മൾ ഇതിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഈ ദിവസങ്ങൾ നിങ്ങളോട് അല്പം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങളിതിനെ ദയവായി ശ്രദ്ധിക്കണം. എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ലളിതമായി പറയുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം, അതിന്റെ 16ഉം 17 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യോഹന്നാൻ 1:16-17 വായിക്കാമോ? വായിച്ചോളൂ. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. വളരെ നന്ദി. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്തത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. സ്തോത്രം. ദീർഘമായി ഓരോ വാക്കും അതിന്റെ എക്സജറ്റിക്കൽ എക്സ്പ്ലനേഷൻസിന് വേണ്ടിയുള്ള സാവകാശമില്ല. ഞാൻ പൊതുവായി വിശദീകരണം പറഞ്ഞ് മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. ശ്രദ്ധിച്ചാട്ട്, ഇവിടെ ഇതാ, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഈ ന്യായപ്രമാണവും കൃപയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ഈ ബന്ധം? നമ്മൾ പലപ്പോഴും പഴയ നിയമ ന്യായപ്രമാണം എന്താണ് അതിന്റെ പ്രസക്തി, അതിനി പ്രസക്തി ഇല്ലെന്നും പഴയ നിയമ വേദഭാഗം വായിക്കാൻ പോലും ആവശ്യമില്ല എന്ന നിലയിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി ഒന്ന് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. ദൈവവചനം അതിനെക്കുറിച്ച് എന്തു പറയുന്നു, നമ്മൾ അതിനെന്ത് ചെയ്യണം, ഇതൊക്കെ വ്യക്തിപരമായി നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ദയവായി നിങ്ങൾ തുടർന്ന് ശ്രദ്ധിക്കുക. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്നാണ്. അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നാം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നു. എങ്ങനെ കർത്താവ് നമുക്കതിന്റെ ഒരുക്കി തന്നു? സ്തോത്രം. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. മോശ മുഖാന്തരം നൽകപ്പെട്ട ആ ന്യായപ്രമാണം യേശുക്രിസ്തു അത് പൂർണ്ണമായി നിവർത്തിച്ചിട്ടാണ് നമുക്ക് കൃപ പകർന്നു തന്നിരിക്കുന്നത്. മറക്കരുത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. മോശ മുഖാന്തരം നൽകപ്പെട്ട ന്യായപ്രമാണം യേശുക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ യാഗമരണം കൊണ്ടും പൂർണ്ണമായും നിവർത്തിച്ചിട്ടാണ് നമുക്ക് കൃപയിലേക്ക് ഉൾപ്രവേശനം ലഭിച്ചത്. ദൈവം എന്നും പ്രമാണങ്ങളുടെ ദൈവമാണ്. ദൈവം എന്നും നീതിമാനായ ദൈവമാണ്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. മുഖവുര വാക്കുകളിൽ ഗർസീം പാസ് ഇവിടെ പറഞ്ഞു. സ്തോത്രം. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സുവിശേഷ സന്ദേശത്തിൽ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പും ഉണ്ടെന്നുള്ളത് വിശുദ്ധ തിരുവെഴുത്തിന്റെ വെളിപ്പാടാണ്.
പ്രിയമുള്ളവരെ, സ്തോത്രം. എന്നാൽ കൃപയല്ലേ? കൃപയാണ്. എങ്ങനെ നമുക്ക് കൃപ പ്രാപിക്കാൻ കഴിഞ്ഞിരിക്കുന്നു? സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ പ്രസക്തി എന്താണ്? എന്താണ് ന്യായപ്രമാണം? സ്തോത്രം. യേശു ക്രിസ്തു അത് നിവർത്തിച്ചത് എങ്ങനെ? അത് നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാര്യം ചുരുക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. സ്തോത്രം. ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. മനുഷ്യൻ സ്വതവേ അഹങ്കാരിയാ, അംഗീകരിച്ചില്ലെങ്കിലും സത്യമാ. അധികം വിശദീകരണത്തിന് സാവകാശമില്ല, പരിമിതമായ സമയമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഒരു ജസ്റ്റ് ഒരു കുറിപ്പ് ഇവിടെ കൊടുത്തിരുന്നാൽ ഞാൻ നാളെ ഇതിന്റെ വിശദീകരണം പറയാം. അല്ലെങ്കിൽ വ്യക്തിപരം എന്നോട് ചോദിക്കുന്നത് ഭയങ്കര സന്തോഷവുമാണ്. ശ്രദ്ധിച്ച്. അപ്പോൾ മനുഷ്യൻ സ്വതവേ അഹങ്കാരിയ. നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ, എനിക്കൊരുത്തന്റെ ഓശാരം വേണ്ട? നമ്മൾ പറയാറുണ്ട്. ശരിയാ, നമ്മളെല്ലാം, ഞാൻ നിങ്ങളെന്നല്ല പറഞ്ഞത്, നമ്മളെല്ലാം അഹങ്കാരികളാ. അത് ഏദനിലെ തുടങ്ങിയതാ. ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ആദ്യം അവരിൽ പ്രകടമായി സംഭവിച്ചത്, അവരെ ചുറ്റിയിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു. വേറെ വസ്ത്രത്തിന്റെ ആവശ്യമില്ലാതെ വണ്ണം ദൈവ തേജസ് അവരെ ചുറ്റിയിരിക്കുകയായിരുന്നു. ആ ചുറ്റിയിരുന്ന തേജസ് പാപം ചെയ്തപ്പോൾ നഷ്ടമായി. ഒരു സാധാരണ ബൾബ് കത്തി നിൽക്കുമ്പോൾ അതിനകത്തെ ഫിലമെന്റ് നമുക്ക് കാണാൻ മേല. പ്രകാശം ആ ഫിലമെന്റിന് ഒരു മറയാണ്, ഒരാവരണമാണ്. എന്നാൽ ഓഫ് ചെയ്യുമ്പോൾ ആ ഫിലമെന്റ് നമുക്ക് തെളിഞ്ഞു കാണും. അതുപോലെയായിരുന്നു ആദം ഹവ്വമാരെ തേജസ് ഇങ്ങനെ വസ്ത്രം പോലെ ചുറ്റിയിരിക്കുകയായിരുന്നു. 104-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവമേ വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തേജസ് അണിഞ്ഞവനായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ആ തേജസ് നഷ്ടമായി. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി. ആ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നഗ്നരെന്ന് കണ്ടു. ഉടനെ അവർ ചെയ്യേണ്ടിയിരുന്നത്, അവരുടെ സൃഷ്ടാവും അവരെ സ്നേഹിക്കുന്നവരും അവരെ പതിവായി ക്രമമായി സന്ദർശിച്ചിരുന്നവരും എല്ലാമായ ദൈവ തിരുസന്നിധിയിൽ അവർ നിലവിളിക്കേണ്ടിയിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, കരുണ തോന്നണേ, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോയി, ദയ തോന്നണേ എന്ന് നിലവിളിച്ചിരുന്നെങ്കിൽ ദൈവം അവരോട് കരുണ കാണിച്ചേനെ. പക്ഷെ അവരതിനെ കൂട്ടാക്കിയില്ല. പ്രശ്നം ഇത്രേ ഉള്ളൂ, ലജ്ജ. നോക്കിയപ്പോഴല്ലേ ആനച്ചവി പോലെ നിൽക്കുന്നു വലിയ അത്തിയുടെ ഇല. പോയി പറിച്ചു, അരയാട ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ഇടയിലുള്ള ഐതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നേരം വളരെ പോകും, മടങ്ങി പോന്നോട്ടെ. അത്തിയില പറിച്ച് അരയാട ഉണ്ടാക്കി. പക്ഷേ വെയിലാറിയപ്പോൾ ദൈവം ഏദേനിൽ എഴുന്നള്ളി വന്നു. വന്നപ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കാൻ ഈ അത്തിയുടെ അരയാട കൊണ്ട് അവർക്ക് കഴിഞ്ഞില്ല. ശ്രദ്ധിക്കണേ, ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവത്തിന് ഏത് നിമിഷവും ആരുടെ മുമ്പിലും വന്നങ്ങ് പ്രത്യക്ഷപ്പെടാം. പക്ഷേ കർത്താവ് തന്നെ ആരുടെ മേലും അടിച്ചേൽപ്പിക്കയില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഏദനിൽ ആളത്വം പൂണ്ട് ആഞ്ഞ് കാലുകൊണ്ട് ചവിട്ടി ശബ്ദം കേൾപ്പിച്ച് നടന്നടുക്കുകയാണ്. അവന്റെ സാന്നിധ്യത്തിൽ എങ്ങനെയും പ്രതികരിക്കുവാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടാണ് കർത്താവ് അടുത്തു വരുമ്പോൾ അവര്, ദൈവമേ ഞങ്ങൾ ലജ്ജിക്കുന്നു, ഞങ്ങളോട് കരുണ ഉണ്ടാകണേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റി എന്നവർക്ക് നിലവിളിക്കാമായിരുന്നു. പക്ഷെ അവരതിനെ കൂട്ടാക്കിയില്ല. അവർ ഓടി ഒളിച്ചപ്പോൾ ദൈവം അവരെ തള്ളിയില്ല. നീ എവിടെ? ഇവിടെയുണ്ട്, മരത്തിന് പിന്നിൽ മറഞ്ഞിരിക്കും. എന്തു പറ്റി? നഗ്നനാണെന്ന് ആര് പറഞ്ഞു? മറുപടിയില്ല. തിന്നരുതെന്ന് പറഞ്ഞു, നീ തിന്നു എന്നല്ല മറുപടി. നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. ശ്രദ്ധിക്കണേ, നീ എന്നോടുകൂടി ഇരിക്കാൻ തന്ന ഈ സ്ത്രീ തന്നു. അപ്പോഴും കുറ്റം സമ്മതിക്കാനോ വിനയപ്പെടാനോ മനസ്സില്ല. അവിടെ തുടങ്ങിയതാണ്
പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കയ്യട പ്രവൃത്തി കൊണ്ടുള്ള അധ്വാനം ഏദനിലെ തുടങ്ങി. ഒന്നുകൂടെ പറയാം, പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കയ്യട പ്രവൃത്തി കൊണ്ട് അധ്വാനം തുടങ്ങി. അതിന്നും തുടരുകയാ. മതവ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, എല്ലാ ജനസമൂഹങ്ങളിലും പെട്ടവർ പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കയ്യട പ്രവൃത്തി കൊണ്ട് അധ്വാനിക്കുകയാണ്. വിനയപ്പെടുവാൻ മനസ്സില്ല, താഴ്മ ധരിക്കാൻ മനസ്സില്ല. മനുഷ്യൻ സ്വതവേ അഹങ്കാരികളാണ്. ഞാൻ നേടിക്കൊള്ളാമെന്ന അവൻ പറയുന്നത്. ഞാൻ നേടിക്കൊള്ളാം. ശ്രദ്ധിച്ചേ, ഇത് മനുഷ്യന്റെ സ്വഭാവമായതിനാൽ നേടുവാൻ കച്ചകെട്ടി ഇറങ്ങിയ മനുഷ്യൻ, ഞാൻ എൻ്റെ പ്രശ്നം പരിഹരിച്ചോളാം, യു ലിവ് മീ അലോൺ, എന്നെ എൻ്റെ വഴിക്ക് വിട്ടേര്, നീ എന്നെ കുറിച്ച് ബോധർ ചെയ്യേണ്ട എന്ന നിലയിൽ പോകുന്ന മനുഷ്യനെ, ആട്ടെ മനുഷ്യ, നീ ചെയ്തോളാമല്ലോ, നീ ചെയ്തോളാമെങ്കിൽ ചെയ്തോളൂ, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന് തലക്കെട്ടിട്ടു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് തലക്കെട്ടിട്ട് നമ്പരിട്ട് താഴോട്ട് 10 കൽപ്പനകൾ, 5 വിധ യാഗങ്ങൾ, അവയോട് ചേർന്നുള്ള ഉപ അർപ്പണങ്ങൾ, 7 പെരുന്നാളുകൾ, ഭക്ഷ്യ നിയമങ്ങൾ, സാമൂഹ്യ ജീവിതത്തിന് നിയമങ്ങൾ, കുടുംബ ജീവിതത്തിന് നിയമങ്ങൾ ഇത്യാദി വിഷയങ്ങളെല്ലാം നമ്പരിട്ടെഴുതി ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ പോലെ തയ്യാറാക്കി മോശ മുഖാന്തരം മനുഷ്യവർഗത്തിലേക്കും ഏറ്റവും സമർത്ഥന്മാരായ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു. സ്തോത്രം. ശ്രദ്ധിക്കണേ. അപ്പോൾ ന്യായപ്രമാണം എന്താണ്? ന്യായപ്രമാണം അഹങ്കാരത്തോടെ എൻ്റെ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തുകൊള്ളാം എന്ന ഭാവത്തിൽ, ശ്രദ്ധിക്കണേ, ആ ഭാവത്തിൽ പാപത്തിന്റെ ലജ്ജ മറയ്ക്കാൻ കയ്യട പ്രവൃത്തി കൊണ്ട് അധ്വാനിക്കാൻ തയ്യാറായി മുന്നിട്ടിറങ്ങിയ മനുഷ്യൻ, അങ്ങനെ മുന്നിട്ടിറങ്ങിയ മനുഷ്യന് പ്രവർത്തിച്ച് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അംഗീകരിക്കയില്ല, അവൻ വിനയപ്പെടുകയില്ല. അതുകൊണ്ട് അവനെ കൊണ്ട് അത് കഴിയുകയില്ല എന്ന് അവന് ബോധ്യം നൽകേണ്ടതിന്, അവനെ അത് ബോധ്യപ്പെടുത്തേണ്ടതിന് പ്രവർത്തിച്ച് പാപപരിഹാരം പ്രാപിക്കുവാൻ ഇറങ്ങിയ മനുഷ്യന് അതിനുള്ള ഒരവസരം ദൈവം കൊടുക്കുന്നതാണ് ന്യായപ്രമാണം. സ്തോത്രം. ന്യായപ്രമാണത്തിന് തലക്കെട്ട് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്നാണ്. സ്തോത്രം. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. സ്തോത്രം. പക്ഷേ മനുഷ്യകുലത്തിലേക്കും മിടുമിടുക്കന്മാരായ ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് അവരുടെ കയ്യിൽ ഇത് നമ്പരിട്ട് എഴുതി കൊടുത്തിട്ടും ഒരു യുഗം മുഴുവൻ അവർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിട്ടും അവർക്കത് പാലിക്കുവാൻ കഴിഞ്ഞില്ല. അവർ പരാജയപ്പെട്ടു നിൽക്കുക. സ്തോത്രം. അവർ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ എല്ലാ പ്രോത്സാഹനങ്ങളും ദൈവം അവർക്ക് കൊടുത്തത്, എല്ലാ പ്രോത്സാഹനങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ കാണുന്നത്. പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട്? പഴയ നിയമത്തിലെ ഭൗമിക നന്മകൾ ന്യായപ്രമാണം നിവർത്തിക്കുവാനുള്ള പ്രോത്സാഹനമായിരുന്നു. 105 സങ്കീർത്തനം 44, 45 വാക്യങ്ങൾ വേഗം എടുത്തെങ്കിൽ വായിച്ചാട്ട്. 105 സങ്കീർത്തനം 44, 45 വാക്യങ്ങൾ. അവർ തന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തന്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് അവൻ ജാതികളുടെ ദേശങ്ങളെ അവർക്ക് കൊടുത്തു. അവർ വംശങ്ങളുടെ അധ്വാന ഫലം കൈവശമാക്കുകയും ചെയ്തു. യഹോവയെ സ്തുതിപ്പി. കണ്ടോ എന്തിനാ ജാതികളുടെ അവകാശം അവർക്ക് കൊടുത്തത്? ഇസ്രായേലേ, നീ പണിയാത്ത പട്ടണങ്ങളിൽ പാർക്കുന്നു, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോപ്പിൽ നിന്ന് ഭക്ഷിക്കുന്നു, നീ കുഴിക്കാത്ത കിണറുകളിൽ നിന്ന് കുടിക്കുന്നു, മറ്റുള്ളവരുടെ അധ്വാന ഫലമെടുത്ത് ഞാൻ നിനക്ക് തരുന്നു, ഈ നന്മകളൊക്കെ ഞാൻ നിനക്ക് തരുന്നു. എന്തിനാണെന്നറിയാമോ? നീ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും എൻ്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നിനക്ക് തരികയാണ്. സ്തോത്രം. പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ ന്യായപ്രമാണം നിവർത്തിക്കുവാനുള്ള പ്രോത്സാഹനമായിരുന്നു. അതുകൊണ്ടാണ് ആ പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ
പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഈ ഭൗമിക നന്മകളെ കുറിച്ച് ഉള്ള വാഗ്ദത്തങ്ങൾ കേട്ടാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ അത് അതുപോലെ ആവർത്തിച്ചിട്ടില്ല. പുതിയ നിയമസഭയ്ക്ക് അത് അവകാശപ്പെട്ടതുമല്ല. പിന്നെ പുതിയ നിയമസഭയ്ക്കുള്ള വാഗ്ദത്തം എന്താ? ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കും. ഒന്നും നിഷേധിക്കയില്ല. പിന്നെ നല്ല ഉറപ്പായ ഒരു വാഗ്ദത്തമുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലവും, നമുക്ക് ആവശ്യമുള്ളത് സകലവും അവൻ നൽകാതിരിക്കുമോ? നൽകാതിരിക്കയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഭൗമിക ഉയർച്ചയിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിയരുത്. സ്തോത്രം. ആവശ്യമുള്ളതെല്ലാം അവൻ തന്നിരിക്കുകയും ചെയ്യും. ഇതാണ് ദൈവം നമ്മോട് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. നമ്മൾ മറന്നു പോകരുത്. മുമ്പോട്ട് പോകട്ടെ. ഇങ്ങനെ ഈ വാഗ്ദത്തങ്ങളും എല്ലാം കൊടുത്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചെങ്കിലും ഇസ്രായേലിന് പോലും അത് പാലിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു ഉദാഹരണം പോലെ പറയാം. നിങ്ങൾ സങ്കല്പിക്കുക, ഇത് ഒരു സോളിഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണെന്ന് സങ്കല്പിക്കുക. ഇത് ഒരു 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 ഭയങ്കര കട്ടിയുള്ളൊരു സാധനമാണ്. ഒരു 50 പേര് പിടിച്ചാലും ഇത് അനങ്ങില്ലെന്ന് സങ്കല്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒരു 50 പേര് പിടിച്ചാലും അനങ്ങില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ നിങ്ങളിൽ നല്ല ആരോഗ്യമുള്ള 1-2 പേര് അടുത്തിരിക്കുന്ന കൂട്ടുകാരുടെ നേരെ നോക്കിയിട്ട് ചിരിച്ചു. ഇച്ചിരി പരിഹാസ്യമായി ചിരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സഹോദര അങ്ങനെ പറയുന്നത്? എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ഓ ഉപദേശി, അത് 50 പേരൊന്നും വേണ്ട, ഒരാൾ മതിയെന്ന് ഞങ്ങൾ പറയായിരുന്നു പറഞ്ഞു. എന്നാ ആട്ടെ, ഒരാൾ മതിയോ? ശരി, നമുക്കൊന്ന് ശ്രമിക്കാം. ആരാ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഏറ്റവും ആരോഗ്യമുള്ള, നല്ല മിടുമിടുക്കൻ ആരോഗ്യമുള്ള ഒരാളിനെ ആട്ടെ, ബ്രദറിങ് വന്നാട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് വന്നു. അപ്പൊ നിങ്ങൾക്കെല്ലാം സമ്മതമാണ്, അദ്ദേഹം കൊള്ളാം. ശരി, അദ്ദേഹം ഇങ്ങോട്ടൊരു ഫയൽമാന്റെ മട്ടിൽ ഇങ്ങനെ മുമ്പോട്ട് കയറി ഇങ്ങോട്ട് വന്നിട്ട് തെളിവിന് വേണ്ടി ഒരു പാത്രത്തിൽ തുളുമ്പ വെള്ളം എടുത്ത് ഇതേ വെച്ചിട്ടുണ്ട്. അല്പമെങ്കിലും അനങ്ങുന്നെങ്കിൽ തൂമല്ലോ. അങ്ങനെ വെച്ച് അത് ഇങ്ങോട്ട് വന്ന് ആദ്യം ഇടത്ത കൈ കൊണ്ട് ഇത് പിടിച്ചു, അനക്കമില്ല. വലത്തെ കൈ കൊണ്ട് പിടിച്ച് അനക്കമില്ല. 2 കൈ കൊണ്ട് പിടിച്ച് അനക്കമില്ല. കുറെ നേരം, ഒരു 5 മിനിറ്റ് ഇതെ കിടന്ന് അധ്വാനിച്ചു, വലിച്ചു, കുറെ ശ്രമിച്ചു. ഇല്ല. 5 മിനിറ്റ് കഴിഞ്ഞു. ഇല്ല. ഉപദേശം പറഞ്ഞ ശരിയാ, 50 പേര് പിടിച്ചാൽ ഇത് അനങ്ങില്ല എന്നത് കിതച്ചുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണ എന്നെപ്പോലൊരു മനുഷ്യൻ പറയുമോ? അത് ഞാൻ അനക്കിക്കോളാമെന്ന് പറയുമോ? പറയല. ഏറ്റവും ആരോഗ്യമുള്ളവൻ വന്ന് പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ ആർക്കും പിന്നെ അത് കഴിയുകയില്ല എന്ന് അവിടെ തെളിയിക്കപ്പെടുകയാണ്. നമ്മളെല്ലാവരും ഒരുപോലെ അംഗീകരിക്കുമല്ലോ. മനുഷ്യകുലത്തിലേക്കും ഏറ്റവും സമർത്ഥന്മാർ ഇസ്രായേലിയർ തന്നെയാ. ദൈവം അവരെ അതിനുവേണ്ടി മിടുക്കന്മാരാക്കിയതാ കേട്ടോ. അതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത്, ഈ മരുഭൂമിയിൽ മന്ന തിന്നതിൻ്റെ അനന്തര ഫലമാണ് അവരുടെ തലമുറയ്ക്ക് ഈ വലിയ സാമർഥ്യവും കഴിവുകളും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അല്ല, തിരുവചനം നോക്കുമ്പോൾ ആ ന്യായപ്രമാണം നിവർത്തിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുക. എല്ലാ കഴിവുകളും അവർക്ക് കൊടുത്ത് പ്രവാചകന്മാരെ പുറകെ അവരെ അടുക്കൽ അയച്ച് അതിനെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിച്ച് ന്യായപ്രമാണം നിവർത്തിക്കാനുള്ള സകല പ്രോത്സാഹനങ്ങളും ചെയ്തു. പക്ഷേ ആ സമർത്ഥന്മാർ പോലും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ, സ്തോത്രം, ദൈവം തൻ്റെ ഓമന പുത്രനെ ഭൂമിയിലയക്കുകയാണ്. ദൈവത്തിന്റെ പ്രമാണത്തിന് നീക്കമില്ല, നിവൃത്തിയേ ഉള്ളൂ. വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. വേഗം വായിച്ചാട്ട്. മത്തായി 5:17. മാത്യു 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. കണ്ടോ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല. പിന്നെ എന്തിനാ വന്നത്? നിവർത്തിപ്പാനാണ് വന്നത്. നീക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് ക്യാൻസൽ ചെയ്യുക.
ഇല്ല. ന്യായപ്രമാണം ക്യാൻസൽ ചെയ്യപ്പെടുകയില്ല. ന്യായപ്രമാണം won't be pushed aside. അതിനെ മാറ്റിവെക്കുകയല്ല, അത് നിവർത്തിക്കപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ വചനം നിവർത്തിക്കപ്പെടുകയുള്ളൂ. ആ 18-ാം വാക്യം വായിക്കുമ്പോൾ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും നീക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾ നീങ്ങുകയില്ല. സ്തോത്രം. മാറ്റപ്പെടുകയില്ല. ഇത് മറന്നു പോകരുത്, ശ്രദ്ധിക്കണേ. സ്തോത്രം. ന്യായപ്രമാണത്തിൽ നീക്കമില്ല. അതുകൊണ്ട് ആ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ യേശുക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചു. വായിച്ചാട്ട് ഗലാത്യർ 4:4. ഗലാത്യർ 4:4. ഗലേഷ്യൻസ് 4:4 വായിച്ചാട്ട്. ഗലാത്യർ 4:4 വായിച്ചോളൂ. എന്നാൽ വായിച്ചോ. മതിയല്ലോ. ഇച്ചിരുണ്ടോ ചോദിച്ചോ? എന്നാ ഇച്ചിരി. താങ്ക് യു. സ്തോത്രം. ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. സ്തോത്രം. യേശുക്രിസ്തു ഇവിടെ വന്നത് ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചവനായിട്ടാണ് കർത്താവ് ഇവിടെ വന്നത്. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആ ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ച കർത്താവ് തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ യാഗമരണം കൊണ്ടും ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിക്കുക. ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോകാം, നിങ്ങളുടെ കൂടെ വന്നാട്ടെ. സ്തോത്രം. എൻ്റെ കർത്താവ് ന്യായപ്രമാണത്തിന് വിധേയപ്പെടാൻ ആവശ്യമില്ലാത്തവനാണ്. സ്തോത്രം. കാരണം ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്ന് പറയുന്ന ആ വ്യവസ്ഥ പ്രകാരം ഇത് പാലിച്ചിട്ട് ജീവൻ പ്രാപിക്കാൻ ആവശ്യമില്ല. കർത്താവ് എന്താ പറയുന്നത്? പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളവനായിരിക്കുന്നത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുവാൻ വരം ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു, ഞാൻ ജീവൻ നൽകുന്ന ഇടയനാകുന്നു. ജീവൻ ജീവൻ ജീവൻ. ഈ ജീവനായവന് ന്യായപ്രമാണം പാലിച്ച് ജീവൻ പ്രാപിക്കുവാൻ ആവശ്യമില്ല. എന്നാൽ നമുക്ക് വേണ്ടി എൻ്റെ കർത്താവ് ആ ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചു. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ചിട്ട് ന്യായപ്രമാണം നിവർത്തിക്കുവാൻ 8-ാം നാളിൽ പരിച്ഛേദനയ്ക്ക് വിധേയപ്പെട്ടു. ശ്രദ്ധിക്കണേ, 8-ാം നാളിൽ പരിച്ഛേദനയ്ക്ക് വിധേയപ്പെട്ടു. 12-ാമത്തെ വയസ്സിൽ ബർ മിത്സ്വ എന്നൊരു ചടങ്ങ് ഇസ്രായേലിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചേ, 12 വയസ്സ് പ്രായമാകുമ്പോൾ ഇത് യഹൂദ ബാലൻ അതാത് സ്ഥലത്തെ സിനഗോഗിലോ യെരുശലേമിലെ ദൈവാലയത്തിലോ ചെന്ന് മൂപ്പന്മാരുടെ മുൻപാകെ തന്നെ കാണിക്കണം. He should appear before the elders of the priests, either in the synagogue or in the Jerusalem temple. He should appear before them, before the elders of the priests. ചെന്ന് നിൽക്കുമ്പോൾ ന്യായപ്രമാണ സംബന്ധമായുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. ന്യായപ്രമാണ സംബന്ധമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തൃപ്തികരമായ മറുപടി കൊടുത്താൽ അവർ അവനൊരു പദവി കൊടുക്കും. ആ പദവി പ്രമാണത്തിന്റെ പുത്രൻ എന്നൊരു പദവിയാ. ഇത് 12-ാമത്തെ വയസ്സിൽ എല്ലാ യഹൂദ ബാലന്മാരും ചെയ്യേണ്ട ഒരു ചടങ്ങായിരുന്നു. ബർ മിത്സ്വ എന്നാണ് അതിന് പറഞ്ഞിരുന്നത്. പ്രമാണത്തിന്റെ പുത്രൻ എന്ന പദവി അവിടെ ലഭിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ന്യായപ്രമാണത്തിന് കീഴേ ജനിച്ച കർത്താവ്, ആ വ്യവസ്ഥയെ നിവർത്തിക്കേണ്ടതിനാണ് 12-ാമത്തെ വയസ്സിൽ യെരുശലേമിലെ ദൈവാലയത്തിലേക്ക് പോയി. നസ്രത്തിലെ സിനഗോഗിലല്ല, യെരുശലേമിലെ ദൈവാലയത്തിൽ ചെന്ന് മഹാപുരോഹിതന്മാരുടെ മുൻപാകെ ചെന്ന് നിന്നു. നിന്നപ്പോൾ അവർ ന്യായപ്രമാണ സംബന്ധമായ ചോദ്യങ്ങൾ ചോദിച്ചു. 10 കൽപ്പനകളും അനുബന്ധ കാര്യങ്ങളും ചോദിച്ചു. തൃപ്തികരമായി ഉത്തരം കൊടുത്തപ്പോൾ
പ്രമാണത്തിന്റെ പുത്രൻ എന്ന പദവി കൊടുത്തു. ചൈൽഡ് ഓഫ് ദ കവനന്റ്, ആ പദവി കൊടുത്തു. ഈ പദവി ലഭിച്ച ശേഷം മാത്രമേ ന്യായപ്രമാണം പരസ്യമായി വായിക്കാൻ അനുവാദമുള്ളൂ. അതിനുശേഷം മാത്രമേ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾക്ക് അവകാശി എന്നവർ അംഗീകരിക്കുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഈ പദവി അവിടെ പ്രാപിച്ചു. ഈ പദവി പ്രാപിച്ചു കഴിയുമ്പോൾ അടുത്തവരൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് ഇതിനെ ആചരണ സംബന്ധമായി എന്തെങ്കിലും വിശദീകരണം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ പറയും. അങ്ങനെ വിശദീകരണം ചോദിക്കാൻ പറയുമ്പോൾ സ്തോത്രം അവർക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. യേശുവിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവ് അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും അവർക്ക് ഉത്തരമില്ല. നോക്കണേ, ഒടുവിൽ അത് ചർച്ചയായി. അതിൻ്റെ ഉത്തരം ഇതല്ലേ, ഇതിൻ്റെ ഉത്തരം അതല്ലേ, ചർച്ചയായി. ശ്രദ്ധിക്കണേ, ആ ചർച്ച നീണ്ടു 3 ദിവസം. 3 ദിവസം ആ ചർച്ച നീണ്ടു. 3-ാം ദിവസം അമ്മേപ്പന്മാർ അവനെ അന്വേഷിച്ചു വരുമ്പോൾ അവനിതാ മഹാപുരോഹിതന്മാരുടെ മൂപ്പന്മാരെ നടുക്കിയിരിക്കുന്നു. പ്രായത്തിനും പദവിക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് യഹൂദന്മാർ. അവര് ആ പെസഹ ഉത്സവം, ആ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് സ്തോത്രം നോക്കണേ, ഈ പ്രമാണത്തിന് പുത്രൻ പുതിയതായി പദവി പ്രാപിച്ച് ഈ 12 വയസ്സുകാരനെ അവരുടെ നടുവിൽ കസേരയിട്ട് ഇരുത്തണമെങ്കിൽ അവർ അവനെ എത്ര അംഗീകരിച്ചു എന്നുള്ളത് വ്യക്തമാകുകയാണ്. സ്തോത്രം. അതൊരു ചർച്ച നീണ്ടു. ഒരു വ്യക്തിക്ക് പ്രമാണത്തിന്റെ പുത്രൻ എന്ന പദവിക്ക് യോഗ്യതയുണ്ടെങ്കിൽ അതെന്റെ കർത്താവിനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനുശേഷം ഇറങ്ങിച്ചെന്ന് മാതാപിതാക്കന്മാരോടുകൂടി നസ്രത്തിൽ ചെന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. വായിച്ചോളൂ, ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 51-ാമത്തെ വാക്യത്തിൽ ഈ 12-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ യേശു എവിടായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. 12 മുതൽ 30 വരെ എവിടെയായിരുന്നു എന്ന് വായിച്ചാട്ടെ, എടുത്തെങ്കിൽ വായിച്ചാട്ടെ. ആ, വളരെ നന്ദി. നോക്കണേ, അവരോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്നവർക്ക് കീഴടങ്ങിയിരുന്നു. സ്തോത്രം. ചില പറയാറുണ്ട് ഇവിടെ വന്നു കാശ്മീരി വന്നെന്നും യോഗ പഠിച്ചെന്നും ഒക്കെ പറയുന്നവരൊക്കെ ഇപ്പൊ ഇത് കൂടി വരിക. എന്റെ പൊന്നു സഹോദരൻ, ആ വായിച്ചാട്ടെ. ആ ആ ആ വായിച്ചോളൂ. വായിച്ചോ. വളരെ നന്ദി. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചോ? 12 വയസ്സ് കഴിഞ്ഞാൽ അമ്മയപ്പന്മാർ മകൻ ഒരു തൊഴിൽ പഠിപ്പിക്കണം. ഒരു തൊഴിൽ എത്ര തിയററ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുത്താലും അത് പോരാ. ഒരു തൊഴിൽ പഠിപ്പിക്കണം. ഒരു തൊഴിൽ പഠിപ്പിച്ച് ആ തൊഴിൽ ചെയ്ത് അവർ ഉപജീവനത്തിലുള്ള വക നേടാൻ 12 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങണം. അതുകൊണ്ടാണ് പൗലോസ് കപ്പലുടമയുടെ മകനായിരുന്നു. നമുക്കറിയാം, ഗമാലിയലിന്റെ പാദപീഠങ്ങളിൽ ഇരുന്ന് പഠിച്ചവനാണ്, വലിയ ജ്ഞാനിയാണ്. പൗലോസ് ഒരു കൊച്ചു പ്രസംഗം ചെയ്തപ്പോൾ ആ നാട്ടിലെ രാജപദവിയിലുള്ള ആള് പറയുകയാണ്, പൗലോസേ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക ജ്ഞാനിയാണ്, അറിവുണ്ട്. പക്ഷെ അതുപോരാ, തിയററ്റിക്കൽ എഡ്യൂക്കേഷൻ പോരാ. അവനൊരു കൈത്തൊഴിൽ പഠിക്കണമായിരുന്നു. കൂടാരപ്പണി കൈത്തൊഴിൽ പഠിച്ച് അവനാ ജോലി ചെയ്യണമായിരുന്നു. ഇത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയാണ്. 12 വയസ്സ് കഴിഞ്ഞാൽ ഒരു തൊഴിൽ പഠിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നസ്രത്തിലെ തച്ചുശാലയിൽ തച്ചനായി ജോലി ചെയ്ത് ആ കൊച്ചു കുടുംബത്തെ സംരക്ഷിച്ചു പോന്നു. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെടുന്നതിന് മുമ്പ് യോസഫ് മരിച്ചുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തീയ പാരമ്പര്യം
പാരമ്പര്യമനുസരിച്ചും വേദപുസ്തകത്തിൽ സൂചനയാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. നോക്കണം, അതുകൊണ്ടാണ് അമ്മയും സഹോദരന്മാരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീട്ടിൽ യേശുവിന് ശേഷം ജനിച്ച മക്കൾ കുറഞ്ഞത് 6 പേരുണ്ട്. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ, 4 ആമ്പിള്ളരും സഹോദരിമാർ എന്ന് പറയുന്നുണ്ട് കുറഞ്ഞത് 2. 4 2 6 മക്കളും അമ്മയായ മറിയും. ഈ 7 പേരുടെ ഉപജീവനത്തിനുള്ള വക ആ തച്ചുശാലയിൽ തച്ചനായി ജോലി ചെയ്ത് എൻ്റെ കർത്താവ് നേടിയ കൊച്ചു കുടുംബത്തെ സംരക്ഷിച്ചു പോന്നു. നോക്കണേ, ഇത് നിയമമായിരുന്നു, ന്യായ പ്രമാണമായിരുന്നു. ജോലി ചെയ്യാൻ ഒരു ബാലകൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ, തൊഴിൽ പഠിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനെ ഗുണദോഷിക്കണം. ഗുണദോഷിച്ചാലും പ്രയോജനമില്ലെങ്കിൽ അവനെ പിടിച്ചോണ്ട് പട്ടണത്തിലെ മൂപ്പന്മാരടുത്ത് കൊണ്ട് ചെല്ലുകയും അവർ കാര്യം അന്വേഷിച്ച് സത്യമെന്ന് ബോധ്യപ്പെട്ടാൽ, വായിച്ചു കേട്ടത് ശ്രദ്ധിച്ചോ, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ പ്രമാണം. കല്ലെറിഞ്ഞു കൊല്ലും. നോക്കണേ, ആ പ്രമാണം നിലനിൽക്കുമ്പോൾ ആ പ്രമാണത്തിന് കീഴ്പ്പെട്ടവനായി ഇവിടെ വന്ന് ജീവിച്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാശ്മീരിൽ തീർത്ഥാടനം പോയെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് സഹോദരങ്ങളെ. പോട്ടെ, അങ്ങോട്ട് ഞാൻ പോണില്ല. സ്തോത്രം. ആ നസ്രത്തിലെ തച്ചുശാലയിൽ ജീവിച്ചു. മാത്രമല്ല, കർത്താവ് ഒരിക്കൽ അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് ചോദിച്ചപ്പോൾ ഒരു വ്യക്തിക്ക് പോലും എതിരൊരു വാക്ക് പറയാനില്ലായിരുന്നു. കാരണം അവരുടെ നടുവിൽ അവൻ ജീവിച്ചത് കൊണ്ട്. ഇസ്രായേൽ പ്രതികരണശേഷിയുള്ള ജനമാ. ആരെങ്കിലും അവനോട് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചാൽ, കൊള്ള പുറപ്പെട്ടു പോയിച്ച് ഇപ്പൊ കയറി വന്നിരിക്കുന്നു, നീ എവിടെയായിരുന്നു എന്ന് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അങ്ങ് പിന്നെ നിന്റെ പാപത്തെക്കുറിച്ച് ഞങ്ങൾക്ക് എങ്ങനെ ബോധ്യം വരും എന്നവർ ചോദിച്ചേനെ. അല്ല, അവരുടെ നടുവിൽ ജീവിച്ച സ്തോത്രം കർത്താവ്. അത് ന്യായ പ്രമാണത്തിന് വ്യവസ്ഥയായിരുന്നു. മറക്കരുത്. മുമ്പോട്ട് പൊക്കോട്ടെ. 30-ാമത്തെ വയസ്സിൽ ഒരു ലേവ്യൻ ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെടണം എന്നുള്ള പ്രമാണപ്രകാരം എൻ്റെ കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ശുശ്രൂഷയ്ക്ക് വേർതിരിക്കപ്പെട്ടു. അതും ന്യായ പ്രമാണത്തിന്റെ വ്യവസ്ഥ പ്രകാരം തന്നെയായിരുന്നു. മറന്നുപോകല്ലേ. സ്തോത്രം. പ്രമാണം ഒന്നും എൻ്റെ ഗുരു ലംഘിച്ചില്ല. സ്തോത്രം. 30-ാമത്തെ വയസ്സിൽ. കാരണം അത് ന്യായ പ്രമാണത്തിന് ഒരു വ്യവസ്ഥയായിരുന്നു. ശ്രദ്ധിച്ചേ പറയാം. ന്യായ പ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ വരെ. ഇനി ന്യായപ്രമാണത്തെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. നോക്കണേ, അപ്പോൾ ഭാഗമായി ഘട്ടം ഘട്ടമായി ന്യായപ്രമാണം കൊടുക്കുന്ന കൂട്ടത്തിൽ ഒടുവിൽ ന്യായപ്രമാണത്തിന് ഒടുവിലത്തെ കണ്ണിയായി വന്ന യോഹന്നാൻ സ്നാപകനിലൂടെ നൽകിയ മാനസാന്തര സ്നാന ഉപദേശവും ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയിൽ ഒടുവിലായി നൽകപ്പെട്ടതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചേ, എൻ്റെ കർത്താവ് അതിനും വിധേയപ്പെടുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. യോഹന്നാൻ്റെത് മാനസാന്തര സ്നാനമായിരുന്നു. ശ്രദ്ധിച്ചേ പറയാം. യോഹന്നാൻ തീപാർന്ന കണ്ണുകൾ തുറിച്ചു നോക്കി, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോവാൻ നിങ്ങൾക്ക് ഉപരിച്ചെന്നാർ എന്ന് ചോദിക്കുമ്പോൾ പാപബോധമുണ്ടായ ജനങ്ങൾ അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വരുമ്പോൾ യോഹന്നാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ജനങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിച്ചെന്ന് വെള്ളത്തിൽ നിന്നുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ ചോദിക്കും, വിട്ടുകളഞ്ഞു ഇനി ഒരിക്കലുമില്ല, വിട്ടുകളഞ്ഞു. ശരി, പഴയത് വിട്ടുകളഞ്ഞു, മാനസാന്തരപ്പെടുന്നു എന്നുള്ള അടയാളമായി മുക്കി പൊക്കി വിടും, നാമങ്ങളൊന്നുമില്ല. ഇത് യോഹന്നാന്റെ മാനസാന്തര സ്നാനമായിരുന്നു. യേശുവിന് അതും ഏൽക്കേണ്ട കാര്യമില്ല. എങ്കിലും യേശു ഇറങ്ങിച്ചെന്നു. അത് യോഹന്നാന്റെ ശുശ്രൂഷ അംഗീകരിക്കുന്നതും ന്യായപ്രമാണ വ്യവസ്ഥകളിൽ ഒടുവിലായി നൽകപ്പെട്ട വ്യവസ്ഥയായതിനാൽ അതിനും വിധേയപ്പെടേണ്ടതിനാണ് എൻ്റെ കർത്താവ് ഇറങ്ങിച്ചെന്നത്. യോഹന്നാന് മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ
പാപം ഏറ്റു പറയാൻ ഒന്നുമില്ല. ചെന്നിങ്ങ് നിൽക്കുമ്പോൾ യോഹന്നാന് മനസ്സിലായി ഇവൻ ദിവ്യനാണ്. മാത്രമല്ല ഉടനെ യോഹന്നാൻ മുകളിലോട്ട് നോക്കി, പ്രാവെന്ന പോലെ പരിശുദ്ധാത്മ ഇറങ്ങുന്നുണ്ടോ എന്ന്. കാരണം ദൈവം അവനോട് അരുളി ചെയ്തിട്ടുണ്ട്, ആരുടെ മേൽ പരിശുദ്ധാത്മ പ്രാവെന്ന പോലെ ഇറങ്ങുന്നു അവനാണ് മശിഹ എന്ന്. പ്രാവ് വരുന്നില്ല എങ്കിലും അവൻ ദിവ്യനാണെന്ന് മനസ്സിലായിട്ട് ഒരു ചൂട് പുറകോട്ട് മാറി ഞാൻ കരുതുകയാണ്, പൗരസ്ത്യ രീതിയിൽ അവന്റെ കൈ കൂപ്പി തല കുനിച്ചിട്ട് പറഞ്ഞു കാണും, ഇല്ല, നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം. യേശു പറഞ്ഞ മറുപടി, ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം, ഇതും നിവർത്തിക്കണം. സ്തോത്രം. അതിനുവേണ്ടി സ്തോത്രം കർത്താവ് ഇറങ്ങിച്ചെന്നതാ. അങ്ങനെ യോഹന്നാൻ അവനെ അനുസരിച്ചു, അവനെ സ്നാനപ്പെടുത്തി. ശ്രദ്ധിക്കണേ, അത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ അനുസരിക്കുന്നതിനൊരു ചുവടായിരുന്നു. അത് മാനസാന്തര സ്നാനമല്ല, യേശുവിന്റെ സ്നാനമാണ്. കാര്യം യേശുവിന് മാനസാന്തരത്തിന് ആവശ്യമില്ലല്ലോ, പാവുകേറ്റ് പറയുന്നില്ലല്ലോ. അത് യേശുവിന്റെ സ്നാനമെന്ന് തന്നെ പറയാം. സ്തോത്രം. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞു 40 ദിവസം മരുഭൂമിയിലേക്ക് പോവുകയാണ്. 40 ദിവസം മരുഭൂമിയിൽ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപവസിച്ചു. ഈ 40 ദിവസത്തെ ഉപവാസം അതും ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിക്കലിന്റെ ഭാഗമായിരുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. സ്തോത്രം. കാരണം ഏതൊരു മരുഭൂമിയിൽ ഇസ്രായേൽ 40 വർഷം മത്സരിച്ചുവോ, അതേ മരുഭൂമിയിൽ യേശു 40 ദിവസം ഉപവസിക്കുകയാണ്. ശ്രദ്ധിച്ചാണ്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം മുതലെടുക്കാമോ? 8-ാം അധ്യായം 2 മുതൽ വേഗം ഒന്ന് വായിച്ചേ. സ്തോത്രം. 40 വർഷം ഇസ്രായേൽ മരുഭൂമിയിൽ നടത്തപ്പെട്ടു. ദൈവം അവരെ അവിടെ നടത്തി. വായിച്ചോ, 2-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്ന് നിന്നെ പരീക്ഷിച്ച് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനുമായി നിന്നെ ഈ 40 സംവത്സരം മരുഭൂമിയിൽ നടത്തിയ വിധമൊക്കെയും നീ ഓർക്കണം. അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശ്വസിപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. വളരെ നന്ദി. ശ്രദ്ധിച്ചേ, എന്തിനാ 40 വർഷം മരുഭൂമി നടത്തി? എന്തിനാ? നിന്നെ താഴ്ത്തുവാനും നിന്നെ വിശപ്പിച്ചു. മാത്രമല്ല, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് 40 വർഷം മരുഭൂമിയിൽ നടത്തി. ഈ 40 വർഷം മരുഭൂമിയിൽ നടന്നിട്ടും അവർ തങ്ങളെ തന്നെ താഴ്ത്തിയില്ല. ദൈവം അവരോട് ഇടപെടുന്ന ഇടപെടലായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ 40 വർഷം സ്തോത്രം ഇസ്രായേലേ, നീ എങ്ങനാ ഭക്ഷിക്കുന്നത്? ദൈവം തരുന്നത് ഭക്ഷിക്കുന്നു. നീ എന്തുവാ കുടിക്കുന്നത്? ദൈവം തരുന്നത് കുടിക്കുന്നു. നീ എന്തുവാ ഉടുക്കുന്നത്? എന്റെ വസ്ത്രം പഴകുന്നില്ല. നീ എവിടാ പാർക്കുന്നത്? മേഘത്തിന്റെ കീഴിലാ ഞാൻ പാർക്കുന്നത്. നീ എങ്ങനാ വെളിച്ചം കാണുന്നത്? നീ ഒലിവെണ്ണ ഇടിച്ചെടുത്താണോ വെളിച്ചം കാണുന്നത്? അല്ല, ദൈവത്തിന്റെ ശക്തിയില, ദൈവത്തിന്റെ പ്രകാശം ഞങ്ങളെ പ്രകാശിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു, ഞങ്ങളുടെ അധ്വാനം കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട് ദൈവം തരുന്നത് ഭക്ഷിച്ച്, ദൈവം തരുന്നത് പാനം ചെയ്ത്, ദൈവം നടത്തുന്ന വിധങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മേഘത്തിന് കീഴെ പാർക്കുന്ന സ്തോത്രം ദൈവാശ്രയത്തിൽ ജീവിക്കുന്നവരാ ഞങ്ങൾ. ഇതവരൊന്ന് തിരിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അവരത് തിരിച്ചറിഞ്ഞില്ല. 40 വർഷം അവർ മത്സരിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ പ്രൊവിഷന് അവരിട്ട പേരെന്താ? മന്ന. മന്ന എന്ന വാക്കിന്റെ അർത്ഥം ഇതെന്നാ എന്നാണ്. ഇതെന്നാ? ശ്രദ്ധിക്കണേ. സ്തോത്രം. നിന്ദയുടെ വാക്കായിരുന്നു.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യം അത്ഭുതമായിരുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു നിന്ദയുടെ വാക്ക്. ഞാനൊരു ഉദാഹരണം പോലെ അതിൻ്റെ ആ നിന്ദയുടെ ഭാവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പോലെ പറയാം. ഞാനൊരു സഞ്ചാര സുവിശേഷകനല്ലേ, അതിഥിയായി പാർക്കുവാൻ ദൈവം ഭാഗ്യം തരുന്നു. ദൈവമക്കൾ ഒരിക്കലും അർഹതയില്ലാത്ത സ്നേഹവും കരുതലും ഒക്കെ തന്ന് സൽക്കരിക്കാറുണ്ട്. ശ്രദ്ധിക്കണേ, രാവിലെ മുതൽ പാവം സഹോദരിമാർ അധ്വാനിച്ചെല്ലാം റെഡിയാക്കി വൈകിട്ട് ഉപദേശിച്ച ഭക്ഷണത്തിന് വിളിച്ചിരിക്കുക. എല്ലാ വിഭവങ്ങളും ഒരുക്കി മേശപ്പുറത്തെല്ലാം റെഡിയാക്കി വെച്ചു. സമയമായപ്പോൾ വന്നു, ദേവദാസൻ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരൻ വന്നാട്ടെ ഭക്ഷണം കഴിക്കാൻ വന്നു, കൈ കഴുകിയാട്ടെ, പൈപ്പ് തുറന്നു വന്നു, കൈ കഴുകി ടർക്കി തിന്നു, തുടച്ചു, വന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞ് കസേര വലിച്ചിട്ടു വന്നപ്പം ഞാൻ അവിടോട്ട് വന്ന് നിന്നേച്ച് ആ മേശയിലോട്ട് ഇങ്ങനെ കൈ, ഇതെന്നതാ ഇതെന്നാ ഇത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? എന്നാ പറയണമെന്ന് ഞാൻ പറയാം. ഇതെന്നാന്ന് താൻ കാണണ്ട. മനസ്സിലായേ? പോയി ഇവിടെ വഴിവക്കില് ഓംലെറ്റ് വിൽക്കുന്നുണ്ട്, പൊടിയെല്ലാം കൂടെ കൂട്ടി അത് പോയി മേടിച്ച് തിന്നോളാം. അവരുടെ അധ്വാനത്തെ പരിഹസിക്കല്ലേ ആ വാക്കുണ്ട്, അവരുടെ കഷ്ടപ്പാടിനെ അപമാനിക്കല്ലേ ആ വാക്കുണ്ട്. ഇസ്രായേൽ അതാ ചെയ്തത്. 40 വർഷം മത്സരിച്ചു. നമ്മുടെ തിരുവെഴുത്തിൽ ആവർത്തിച്ച് വായിക്കുന്നു, 40 വർഷം നിങ്ങളെ സഹിച്ചു. ഈ 40 വർഷം ദൈവത്തിന്റെ പ്രൊവിഷൻ അവർ വിനയപൂർവ്വം അംഗീകരിച്ചില്ല. ശ്രദ്ധിക്കണേ, അതേ മരുഭൂമിയിൽ 40 ദിവസം എൻ്റെ യേശു ഉപവസിച്ചിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ വന്നപ്പോൾ എൻ്റെ കർത്താവ് അങ്ങോട്ട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഇസ്രായേൽ അത് പഠിക്കണമെന്ന ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ അവരത് പഠിക്കാഞ്ഞപ്പോൾ, അവർ മത്സരിച്ചപ്പോൾ എൻ്റെ കർത്താവ് വന്ന് തൻ്റെ ജീവിതം കൊണ്ട് അത് തെളിയിക്കുകയാണ്. സ്തോത്രം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് തെളിയിച്ചു. ഹല്ലേലൂയ. 40 ദിവസത്തെ ഉപവാസത്തിന്റെ അർത്ഥം അതാണ്. അതേ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിക്കുകയാണ്. അത് കഴിഞ്ഞ് ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ എൻ്റെ കർത്താവ് എല്ലാ ശബത്തുകളിലും സിനഗോഗുകളിൽ പോയി ന്യായപ്രമാണം വായിക്കുകയും ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണേ, കർത്താവിനെ കുറിച്ചെല്ലാം ഒരു വിപ്ലവകാരിയായിരുന്നു, യാഥാസ്ഥിതികമായ സകലത്തെ തച്ചുടച്ച വിപ്ലവകാരിയായിരുന്നു ഒക്കെ പറയാറുണ്ട്. അയ്യോ, അങ്ങനല്ല. എൻ്റെ കർത്താവ് യാഥാസ്ഥിതികമായതൊന്നിനെയും തച്ചുടയ്ക്കാൻ ഇറങ്ങിയവനല്ല. ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ട് തന്നെയാ ശുശ്രൂഷിച്ചത്. നമ്മളെന്താ തിരുവെഴുത്തിൽ വായിക്കുന്നത്? അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. പള്ളി എന്ന് പുതിയ നിയമത്തിൽ പറയുന്നിടത്തെല്ലാം പള്ളി എന്നതിന് പകരം സിനഗോഗ നിങ്ങൾ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല, അത്ര കൃത്യമാ. പതിവ് പോലെ സിനഗോഗിൽ ചെന്നു. സിനഗോഗ് എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ ഒരു ദൈവാലയമേ ഉള്ളൂ. പക്ഷെ ഒരു 10 ഇസ്രായേലിലെ വീടുകൾ ഒരിടത്ത് പാർക്കാൻ തുടങ്ങുമ്പോൾ അവരവിടെ ഒരു കൂടി വരുന്ന സ്ഥലമുണ്ടാക്കും. അതാ സിനഗോഗ്, നമുക്കറിയാമല്ലോ. പതിവ് പോലെ സിനഗോഗിൽ ചെന്നു, അതിൽ പങ്കെടുത്തു. കർത്താവ് ഒരിക്കലും ശബത്തിനെ ലംഘിച്ചില്ല. ശബത്തിനെ കുറിച്ച് ഇവര് ഉണ്ടാക്കിയ ചില തെറ്റായ വ്യാഖ്യാനങ്ങളെ മാത്രമേ കർത്താവ് ലംഘിച്ചുള്ളൂ. ഉദാഹരണം, കർത്താവ് ഒരിക്കൽ സിനഗോഗിൽ ചെന്നപ്പോൾ വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. അവൻ എഴുന്നേൽക്കാൻ പറഞ്ഞു, എഴുന്നേറ്റ് വന്നു. കർത്താവ് ഉടനെ ജനത്തോട് ചോദിച്ചു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവർ മിണ്ടാതിരിക്കുക, ഹൃദയകാഠിന്യം കൊണ്ട് ഇങ്ങനെ മിണ്ടാതിരുന്നു. നമ്മൾ വായിക്കുന്നവൻ കോപത്തോടെ അവരെ ചുറ്റും നോക്കിയിട്ട് കൈ നീട്ടാൻ പറഞ്ഞവനോട് കൈ നീട്ടി. അത് പഴയത് നല്ലതായി തീർന്നു, സുഖമായി. ശബത്തിലേക്ക് പറഞ്ഞപ്പോ കർത്താവ് കൊള്ളാം ശബത്താണെന്നും പറഞ്ഞ് നിങ്ങളുടെ കാളയോ കഴുതയോ കുഴിയിൽ വീണാൽ
ശബത്തല്ലേ, നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ഇട്ടേക്കുമോ? ഇട്ടേക്കുകയില്ല. ശബത്താണെന്നും പറഞ്ഞ് നിങ്ങളുടെ കാളയും കഴുതയും മൃഗങ്ങളെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് പോയി വെള്ളം കൊടുക്കുകയില്ലേ? വെള്ളം കൊടുക്കും. അങ്ങനെങ്കിൽ സ്തോത്രം, അബ്രഹാമിന്റെ സന്തതിയായ ഇവനെ ശബത്തിൽ ബന്ധനം അഴിച്ച് വിടേണ്ടതല്ലയോ? കർത്താവ് ഒരിക്കലും ശബത്തിനെ ലംഘിച്ചില്ല, ഒരിക്കൽ പോലും ശബത്തിനെ ലംഘിച്ചില്ല. ശബത്തിനെ ലംഘിച്ചെന്ന് അവര് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അവരങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ശബത്തിന് അവർ കൊടുത്ത ദുർവ്യാഖ്യാനങ്ങളെ മാത്രം കർത്താവ് ലംഘിച്ചുള്ളൂ. 3.5 വർഷവും പ്രമാണം പാലിച്ചുകൊണ്ട് എന്റെ ഗുരു ജീവിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശദീകരണത്തിന് ഞാൻ സമയമെടുക്കുന്ന സമയം കടന്നുപോയല്ലോ. ഞാൻ ഉപസംഹരിച്ചു കൊള്ളട്ടെ. ഒടുവിൽ ന്യായപ്രമാണത്തിന് നീതി നിവർത്തിച്ചുകൊണ്ട് എന്താ ന്യായപ്രമാണം പറയുന്നത്? ന്യായപ്രമാണം പറയുന്നു, കണ്ണിനു പകരം കണ്ണ്, മുറിവിനു പകരം മുറിവ്, ജീവനു പകരം ജീവൻ. കണ്ണിന് പകരം കണ്ണ്, മുറിവിന് പകരം മുറിവ്, ജീവനു പകരം ജീവൻ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് ആക്രോശിച്ചുകൊണ്ട് നിന്ന, പാപിയുടെ ജീവൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിന്ന ദൈവനീതിയെ നിവർത്തിക്കേണ്ടതിന് നമ്മുടെ ജീവനു പകരം കർത്താവ് തന്റെ ജീവൻ കാൽവറിയിൽ യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് ഒടുവിൽ കാൽവറിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലവും നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? ന്യായപ്രമാണം നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? ദൈവനീതി നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? കർമ്മങ്ങളെല്ലാം നിവൃത്തിയായി. എന്ത് നിവൃത്തിയായി? യാഗം നിവൃത്തിയായി. പാപപരിഹാരം പ്രാപിക്കാനുള്ള സകല വ്യവസ്ഥയും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? യേശു മരിച്ചത് എൻ്റെ സ്ഥാനത്താണ്. സ്തോത്രം. യേശു മരിച്ചത് എൻ്റെ സ്ഥാനത്തായതിനാൽ ഞാനും അവനോട് കൂടെ മരിക്കുന്നു. ബാക്കി ഒന്ന് വേഗം വായിച്ചേരെ. ഗലാത്യ 2:20 ക്വിക്ക് പ്ലീസ്, സമയമായി. ഗലാത്യ 2:20 ഗലേഷ്യൻസ് 2:20 വായിച്ചാട്ടെ. സ്തോത്രം. വളരെ നന്ദി. നിങ്ങൾ വീട്ടിൽ വാക്കി വായിച്ചോണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വെറും വാ കൊണ്ടല്ല. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കണം. സ്തോത്രം. അവൻ നിവർത്തിച്ചത് എനിക്ക് വേണ്ടിയാണ്. അവൻ മരിച്ചത് എന്റെ സ്ഥാനത്താണ്. സ്തോത്രം. ഇനി എനിക്കൊരു ജീവിതമില്ല. കർത്താവേ, ഇനി ജീവിക്കുന്നെങ്കിൽ കർത്താവാണ്. ഈ സമ്പൂർണ്ണ സമർപ്പണം ഒരുവനിൽ ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ പാപപരിഹാരം പ്രാപിക്കുന്നുള്ളൂ. റോമർ 6:7 കൂടെ വേഗം ഒന്ന് വായിച്ചാണ്. റോമർ 6:7 സ്തോത്രം. റോമർ 6:7 വേഗം 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 വായിച്ചോ. റോമർ 6:7. താങ്ക് യു. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ആര് പാപമോചനം പ്രാപിച്ചിരിക്കുന്നു? മരിച്ചവൻ. കാരണം എന്താ? പ്രമാണം എന്താ പറയുന്നത്? പാപം ചെയ്ത ദേഹി മരിക്കും. പാപം ചെയ്ത ദേഹി മരിക്കും എന്ന് പ്രമാണമുണ്ടെങ്കിൽ പഴയതിന് മരിച്ചവന് മാത്രമേ പാപമോചനമുള്ളൂ. പഴയതിന് മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൃത്യമായി ചിട്ടയായി പടിപടിയായി പൂർണ്ണമായി നിവർത്തിച്ച് ദൈവനീതി തൃപ്തമാക്കി. ഹല്ലേലൂയ. സ്തോത്രം. ഈ സകലവും നിവർത്തിച്ചത് കൊണ്ട് ഞാനിനി അങ്ങ് ഇറങ്ങിപ്പോവല്ല, ഞാൻ അവനിലാകുകയാ, അവനോട് കൂടെ മരിക്കുകയാ. ഹല്ലേലൂയ. അവനോട് കൂടെ ക്രൂശിക്കപ്പെടുകയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് വരികയാണ്. സമയം പോയി. എനിക്കൊരു 1/2 മണിക്കൂറിനെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നാളെ നിങ്ങൾക്ക് ജോലിയുള്ളതാണ്. ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്യൂ, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. സഹോദരങ്ങളെ, ഞാൻ നിർത്തിക്കോട്ടെ. എൻ്റെ സഹോദരങ്ങളിൽ എത്ര പേർക്ക് പറയാം, ഞാൻ മരിച്ചതാ.
യേശുവിനോടുകൂടെ മരിച്ചു, യേശുവിനോടെ ക്രൂശിക്കപ്പെട്ടു, യേശുവിനോടെ സംസ്കരിക്കപ്പെട്ടു, യേശുവിനോട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല. എൻ്റെ മാനമെന്നൊന്നും എനിക്കില്ല, എൻ്റെ അപമാനമെന്നൊന്നും എനിക്കില്ല, എൻ്റെ നേട്ടമെന്നൊന്നും എനിക്കില്ല. ഞാൻ മരണത്തിന് വിധിക്കപ്പെട്ടവനാണ്, ഞാൻ നാശത്തിന് വിധിക്കപ്പെട്ടവനാണ്, ഞാൻ ശിക്ഷാവിധിക്ക് തള്ളപ്പെട്ടവനാണ്. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കുവാൻ എനിക്ക് പകരം മരിച്ചു. എൻ്റെ യേശുവേ, അങ്ങയുടെ മരണം എൻ്റെ മരണമാണെന്ന് ഹൃദയപൂർവ്വം അംഗീകരിച്ചേറ്റ് പറഞ്ഞവരെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രയിൽ ജീവിക്കുന്നുള്ള ആ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണ് നാം കൃപ പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസങ്ങൾ കർത്താവിന് മടങ്ങി വരവ് വൈകിയാൽ നമുക്ക് ചിന്തിക്കാം.